ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച തന്നെ ലാലേട്ടൻ വീഡിയോ കോളിൽ വന്നു. വീഡിയോ കോൾ വന്നിട്ട് ലാലേട്ടൻ പറയണ അനുമോളെ വല്ലാണ്ടിട്ട് പൊരിച്ചു ലാലേട്ടൻ. അവള് കരയുന്നുണ്ടായിരുന്നു അനുമോള്. എല്ലാവരും ചേർന്നിട്ട് ഗ്രൂപ്പിസം കളിച്ച കാര്യം ഒന്നും പറയുന്നില്ല. അനീഷിനോട് ലാലേട്ടൻ ചോദിച്ചു എന്താ ഇവിടെ സംഭവിച്ചത് എന്ന്. അനീഷ് പറഞ്ഞു ഇവിടെ എല്ലാവരും ചേർന്ന് ഗ്രൂപ്പിസം കളിച്ചു, അനുമോളെ ഒറ്റപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ലാലേട്ടൻ പറയുകയാണ് ഇതൊക്കെ ഒരു ഗ്രൂപ്പിസം, ഇതൊരു ഗെയിമിന്റെ ഭാഗമല്ലേ ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് എന്ന്. ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിസം അവിടെ പാടില്ല എന്നല്ലേ വാൺ ചെയ്തത്. ഇപ്പൊ അതൊന്നും പ്രശ്നമേ അല്ല. അത്ര എന്താ നടക്കുന്നതെന്നേ അറിയണില്ല. റെന ഒരു വാക്ക് പറഞ്ഞല്ലോ അനുമോളെ, ഒരു ബാഡ് വേർഡ്സ് യൂസ് ചെയ്തല്ലോ. ഇതിപ്പോ അത് ബാഡ് വേർഡ്സ് അല്ല അത്ര, അത് ചുമ്മാ ഒന്ന് പറഞ്ഞതാണ് എന്ന്. നമ്മൾക്ക് കേൾക്കുമ്പോഴേ എന്താ ഇതിന് ആൻസർ പറയാന്നേ അറിയണില്ല. ലാലേട്ടനും അതിന് വലിയൊരു കുഴപ്പമായിട്ട് കാണിക്കണമെന്നു ഒന്നും പറയുന്നുമില്ല ലാലേട്ടൻ നേരവണ്ണം. ഒരുപാട് അനുവിന് മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ. പിന്നെ അനുവും ജിസയിലും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ലിപ്പില് ടിഷ്യൂ എടുത്ത് തുടച്ചത്. അപ്പൊ അനുമോള് ജിസയിൽ പറയാണ് കവിൾ പിടിച്ച് അമർത്തിയിട്ടാണ് അത്ര അവളുടെ ലിപ്പിനെ തുടച്ചതെന്ന്. വീഡിയോ ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു. അല്ല കവിളൊന്നും ടച്ച് ചെയ്യുന്നില്ല, ചുമ്മാ ടിഷ്യൂ എടുത്ത് ഇങ്ങനെ തുടച്ചു. പക്ഷെ അത് അനുവിന്റെ മേലെ മിസ്റ്റേക്കാണ്, അല്ലാന്ന് പറയുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ ജിസയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുത്തതായിരുന്നു. പക്ഷെ മറ്റൊരാളുടെ അനുവാദം കൂടാതെ അത് ടച്ച് ചെയ്യാൻ പാടില്ല, അത് ശരി തന്നെയാണ്. ലാലേട്ടൻ പറയുന്നത് കേട്ടാൽ ഒരു ക്ലാരിറ്റി നമുക്ക് തോന്നുന്നില്ല. മൊത്തത്തിൽ എല്ലാം കൂടി ചേർന്ന് ഒരു മൂടി മറിക്കുന്ന മാതിരിയാണ് ലാലേട്ടന്റെ വർത്തമാനം നമുക്ക് ഫീലായത്. പിന്നെ നെവിൻ പുറത്തു പോയി അകത്ത് വന്നുവല്ലോ, അതൊന്നും ഒന്നും വലുതായിട്ടൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടു എന്നല്ലാണ്ട് ഒരു അനുവിനെ ഫോഴ്സ് ചെയ്യുന്ന ആ ഫോഴ്സ് ഒന്നും അവിടെ കണ്ടില്ല. പിന്നെ ആര്യൻ ലാലേട്ടൻ്റെ ക്യാപ്പല്ലേ, ക്യാപ്പ് ഇട്ടുമ്പോൾ പറഞ്ഞുവല്ലോ ആര്യൻ ഇത് കുളിക്കും വിടാൻ പറ്റുമോ എന്ന് ലാലേട്ടനോട് ചോദിച്ചുവല്ലോ. അത് ലാലേട്ടൻ അതിന് അതോ ഒരു മെൻഷൻ ലാലേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞില്ലേ നീ, അങ്ങനെ പറയരുത് ആയിരുന്നു എന്നുള്ളത്, എന്നോടേ നീ ഇങ്ങനെ ഒരു വാക്ക് ചോദിച്ചുവല്ലോ എന്നുള്ളതിന് ലാലേട്ടൻ അതൊരു മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് അക്ബറിന്റെ ഗ്രൂപ്പിനെ ഒന്നും പറയുന്നില്ല. ഇവരുടെ ഓരോ വാക്കുകൾ കേട്ടാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ള പോലെയാണ് സംസാരം. ഇവരെ വാക്കുകൾ കേട്ടു പറഞ്ഞ അനുമോളും ജിസയിലിനും എന്താ പറയുക ഇപ്പൊ പണിഷ്മെന്റ് കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും ചേർന്ന് 2 മണിക്കൂർ ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്നാണ് ഒരു പണിഷ്മെന്റ്. ജിസയിലിന്റെ ഫോട്ടോ അനുമോൾക്കും അനുമോളുടെ ഫോട്ടോ ജിസയിലിനും ബാച്ചായിട്ട് രണ്ടുപേരും കുത്തണം, അതാ പറഞ്ഞു. പിന്നെ രണ്ടുപേരോട് ചേർന്ന് ഹഗ് ചെയ്യാൻ പറഞ്ഞു. ഹഗ് ചെയ്യണം, ഇനി വഴക്കുണ്ടാക്കരുത് എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജിസയിലിന് പെട്ടി വന്നിട്ടില്ലല്ലോ. ജിസയിൽ എനിക്ക് പെട്ടി വേണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തു, പെട്ടി വന്നു. ജിസയിലിന് ഭയങ്കര സന്തോഷമായി. ഈ വീക്കിൽ എലിമിനേഷൻ ഇല്ല കേട്ടോ, ലാലേട്ടൻ ഇവിടെ ഇല്ല. പിന്നെ ഓണം ആയതുകൊണ്ടും ആർക്കും എലിമിനേഷൻ ഇല്ല, അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇതൊക്കെയാണ് ഈ ടാസ്ക്, ഇതൊക്കെയാണ് ടാസ്ക് ഉണ്ടായിരുന്നത്. വീണ്ടും നമുക്ക് നാളെ കാണാം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.